യെശയ്യാവ് 15. മോവാബിനെ കുറിച്ചുള്ള പ്രവാചകം. ഒരു രാത്രിയിൽ മോവാബിലെ ആർപ്പട്ടണം നശിച്ച് ശൂന്യമായി പോയിരിക്കുന്നു. ഒരു രാത്രിയിൽ മോവാബിലെ കീർപ്പട്ടണം നശിച്ച് ശൂന്യമായി പോയിരിക്കുന്നു. ബെയീത്തും ദീബോനും കരയേണ്ടതിന് പൂജാഗിരികളിൽ കയറിപ്പോയിരിക്കുന്നു. നെബോബിലും മേദബയിലും മോവാബ് നിലവിളിക്കുന്നു. അവരുടെ തലയൊക്കെയും മൊട്ടയടിച്ചും താടിയൊക്കെയും കത്രിച്ചും ഇരിക്കുന്നു. അവരുടെ വീഥികളിൽ അവർ രട്ടെടുത്ത് നടക്കുന്നു. അവരുടെ പുരമുകളിലും വിശാല സ്ഥലങ്ങളിലും എല്ലാവരും മുറയിട്ട് കരയുന്നു. ഹെശ്ബോനും എലയയിലും നിലവിളിക്കുന്നു. അവരുടെ ഒച്ച യഹസ് വരെ കേൾക്കുന്നു. അതുകൊണ്ട് മോവാബിന്റെ ആയുധപാണികൾ അലറുന്നു. അവന്റെ പ്രാണൻ അവന്റെ ഉള്ളിൽ നടുങ്ങുന്നു. എൻ്റെ ഹൃദയം മോവാബിനെ കുറിച്ച് നിലവിളിക്കുന്നു. അതിലെ കുലീനന്മാർ സോവാരിയിലേക്കും എഗ്ലത്ത് ഷെളിയിലേക്കും ഓടിപ്പോകുന്നു. ലൂഹിത്തിലേക്കുള്ള കയറ്റത്തിൽ കൂടി അവർ കരഞ്ഞുകൊണ്ട് കയറി ചെല്ലുന്നു. ഹോരോനയിമിയിലേക്കുള്ള വഴിയിൽ അവർ നാശത്തിന് നിലവിളി കൂട്ടുന്നു. നിമ്രീമിലെ ജലാശയങ്ങൾ വരണ്ടിരിക്കുന്നു. അതുകൊണ്ട് പുല്ലുണങ്ങി ഇളംപുല്ല് വാടി പച്ചയായതൊക്കെയും ഇല്ലാതെയായിരിക്കുന്നു. ആകയാൽ അവർ സ്വരൂപിച്ച സമ്പത്തും സംഗ്രഹിച്ചു വച്ചതും അലരിത്തോട്ടത്തിനരികത്തേക്ക് എടുത്തുകൊണ്ടു പോകുന്നു. നിലവിളി മോവാബിന്റെ അതിർത്തികളെ ചുറ്റിയിരിക്കുന്നു. അലർച്ച എഗ്ലയും വരെയും കൂക്കൽ ബേറേലിയും വരെയും എത്തിയിരിക്കുന്നു. ദീമോനിലെ ജലാശയങ്ങൾ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഞാൻ ദീമോന്റെ മേൽ ഇതിലധികം വരുത്തും. മോവാബിൽ നിന്ന് ചാടിപ്പോയവരുടെ മേലും ദേശത്തിൽ ശേഷിച്ചവരുടെ മേലും ഞാൻ ഒരു സിംഹത്തെ വരുത്തും.